പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ ഉള്ളത് ഊട്ടിയിലെ അതിപ്രശസ്തമായ റെയിൽവേ സ്റ്റേഷനിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഈ ട്രെയിനൊക്കെ കാണുമ്പോൾ ഞാനിപ്പോൾ എവിടെയാണുള്ളതെന്ന്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത് ഊട്ടിയിലെ ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷനിലെ കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ്. ഇത് നമ്മുടെ ഈ യാത്രയിലെ 4ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ മുന്നത്തെ വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുന്നത്തെ വീഡിയോ കാണാത്തവരൊക്കെ അവിടെ നിന്ന് കാണുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് ഊട്ടിയിലെ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ടോയ് ട്രെയിനൊക്കെ ഉണ്ടല്ലോ അവിടെയാണുള്ളത്. അതിൻ്റെ അടുത്ത് മുമ്പിലുള്ള ഒരു ഗാർഡനാണ് ഇട്ടത്. എന്തോ രസിച്ചിട്ട് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. മല്ലിക കണ്ടില്ല, മല്ലിക അടിപൊളി, എന്താ രസിച്ചിട്ടാ ഇല്ലേ. നല്ല അടിപൊളിയായിട്ട് ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നത് ടൗണാണ് ഫുള്ള്. പിന്നെ എന്താ പറയുക, അവിടെ പള്ളി കാണുന്നുണ്ട്, അവിടെ ഒരു പള്ളി കാണുന്നുണ്ട്. നല്ല അടിപൊളി സംഭവം, ഏതായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ പോയിട്ട് എന്തൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ വിശേഷങ്ങൾ എന്നുള്ളത് നമുക്ക് പോയിട്ട് നോക്കാം. പോയി നോക്കട്ടെ. ഇവിടെ പുതുക്കി പണിയാണ് കേട്ടോ സംഗതി. ഇത് നല്ല സെറ്റപ്പ് ആക്കുന്നുണ്ട് കണ്ടില്ലേ. ആദ്യം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, അപ്പോൾ നല്ല അടിപൊളിയാക്കിയുണ്ട് സംഗതി. ഇത് റെസ്റ്റോറൻ്റാണ്. ഇവിടെ കൂടെയാണ് ഇപ്പോൾ വഴി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പോയി നോക്കാം എന്താണ് നിങ്ങൾ. നല്ല റെസ്റ്റോറൻ്റാണ് ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷനും റെയിൽവേ വരുന്നത് കണ്ടില്ല, ഉദകമണ്ഡലം. ഇതാണ് ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷൻ. ഇത് നേരെ ഇങ്ങനെ കോണൂർ വഴിക്കാണ് ഇത് പോവുക, ട്രെയിന് പോവുക. ഇവിടെ ട്രെയിനില്ല, നിലവിലിവിടെ ഇല്ല. ടിക്കറ്റ് കിട്ടുമെന്ന് അന്വേഷിച്ച് പോകണം. സാധ്യത കുറവാണ്, കാരണം ബുക്കിംഗ് നേരത്തെ ചെയ്യണം, എങ്കിലേ ടിക്കറ്റ് കിട്ടുള്ളൂ. കണ്ടില്ല, പഴയൊരു ട്രെയിനിൻ്റെ ഒരു ഹെഡ് അത് ഓടുന്ന വെച്ചിരിക്കണം, അടിപൊളി. അതാണ് കൽക്കരിക്കോടി എന്നിട്ട് ട്രെയിൻ. ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഓടെയാണ് ഇപ്പോൾ പറഞ്ഞ പോലെ. ഇതൊന്നും കാണാനില്ലല്ലോ. ഇവിടെ അല്ല. ടിക്കറ്റ് അവിടെ ലാസ്റ്റിലാണോ എടുക്കില്ല. അപ്പോൾ നമ്മൾ പോയി നോക്കട്ടെ എന്താ പാടുന്നു. അങ്ങനെ ടിക്കറ്റിന് വേണ്ടി ഒരുപാട് അവിടെ അലഞ്ഞു തിരിഞ്ഞു, പക്ഷേ ടിക്കറ്റ് കിട്ടിയില്ല, എല്ലാം ഫുള്ളാണ്. അങ്ങനെ അവസാനത്തെ കാത്തിരിപ്പിന് ശേഷം അതാ നമ്മുടെ ട്രെയിൻ എത്തിയിട്ടുണ്ട്. ആ ചൂളമടിച്ച് ട്രെയിൻ വരുന്ന കാഴ്ച കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. നമുക്ക് ഭാഗ്യം ഉണ്ടായത് കൊണ്ടാണ് ഈ സമയത്ത് ട്രെയിൻ അവിടെ കാണാൻ സാധിച്ചത്. സാധാരണ ഈ ട്രെയിൻ തിരിച്ചു പോകുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ മാത്രമായിരിക്കും നമ്മുടെ കാഴ്ച. അങ്ങനെ ടിക്കറ്റ് കിട്ടിയില്ലെങ്കിലും ട്രെയിൻ കാണാൻ പറ്റി. അപ്പോൾ നമ്മൾ ട്രെയിൻ ഇതാ വരുന്നിട്ടാ, ടോയ് ട്രെയിന്. പക്ഷെ ഇത് ഡീസൽ എഞ്ചിനാണ് സംഗതി, കൽക്കരി ഒന്നും ഉപയോഗിക്കണില്ല. വാവ്, ട്രെയിൻ സ്റ്റേഷനിൽ നിർത്തിയതോടുകൂടി പിന്നെ എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലായി. ട്രെയിനിൻ്റെ പല ഭാഗത്തു നിന്ന് പല രീതിയിലുള്ള പോസുകളിലാണ് ഓരോരുത്തർ ഫോട്ടോ എടുക്കുന്നത്. ആ കൂട്ടത്തിൽ നമ്മളും കൂടി. ഈ ട്രെയിനിൽ ഒരു തവണയെങ്കിലും യാത്ര ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നമാണ്. പക്ഷേ ഇന്ന് വരെ അത് നടന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തീർച്ചയായും ഒരിക്കൽ നടക്കുമായിരിക്കും. എല്ലാവരും ഫോട്ടോ എടുക്കലിൻ്റെ തിരക്കിലാണ്.
ഉണ്ടല്ലേ സംഭവം ഡീസൽ എഞ്ചിനാണ്. നമ്മൾ ടിക്കറ്റ് അന്വേഷിച്ചു പക്ഷെ കിട്ടിയില്ല, കുറേ നോക്കി, നോ ചാൻസ്. ഊട്ടിയിലെ ഈ ട്രെയിനിന് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ബ്രിട്ടീഷ് കാലത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. 1800കളുടെ അവസാനവും 1900കളുടെ തുടക്കത്തിലുമാണ് ഇത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് നീലഗിരി മൗണ്ടൈൻ റെയിൽവേയുടെ ഭാഗം കൂടിയാണ്. ഈ ട്രെയിനിലെ യാത്ര ആസ്വാദകരമാക്കുന്നത് മലനിരകളുടെയും കാടുകളിലൂടെയുമുള്ള യാത്രയാണ്. ധാരാളം ടൂറിസ്റ്റുകളാണ് ഈ യാത്രാനുഭവം നേടാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളവർ. ഇതിലേക്കുള്ള ടിക്കറ്റ് ലഭിക്കുക എന്നുള്ളത് അല്പം പ്രയാസകരമാണ്, എങ്കിലും ജീവിതത്തിൽ കണ്ടിരിക്കേണ്ട മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. നീലഗിരി കുന്നുകളിലെ തണുത്ത കാലാവസ്ഥ ഇഷ്ടപ്പെട്ടിരുന്ന ബ്രിട്ടീഷുകാർക്ക് അങ്ങോട്ടേക്ക് എത്തുക എന്നത് വലിയ പ്രയാസമുള്ള കാര്യമായിരുന്നു. അങ്ങനെയാണ് 1854 തന്നെ ഒരു റെയിൽവേ പാത എന്ന ആശയം വന്നെങ്കിലും കുത്തനെയുള്ള മലനിരകൾ വലിയൊരു വെല്ലുവിളി തന്നെയായിരുന്നു. ഒടുവിൽ 1891 ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയായിരുന്നു. ഇതിൻ്റെ നിർമ്മാണത്തിൽ തന്നെ പല വെല്ലുവിളികളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഈ റെയിൽവേയുടെ പൂർത്തീകരണം നടക്കുന്നത് 1899 മേട്ടുപ്പാളയം മുതൽ കൂനൂർ വരെയുള്ള പാതയായിരുന്നു. പിന്നീട് 1908 ഇത് ഊട്ടി വരെ, അതായത് ഉദകമണ്ഡലം വരെ എത്തിയത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ യുനെസ്കോയുടെ അംഗീകാരം ഇതിന് ലഭിച്ചിട്ടുണ്ടെന്ന്. 2005 ഇത് ലഭിക്കുന്നത്. ഈ റെയിൽവേ പാതയുടെ ചരിത്രവും സാങ്കേതികവുമായ പ്രാധാന്യം കണക്കിലെടുത്താണ് 2005 യുനെസ്കോ ഇതിനെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ഇതിന് ഇന്ത്യയിലെ 2ാമത്തെ മലയോര റെയിൽവേ എന്ന പദവിയും കൂടെയുണ്ട്. അങ്ങനെ ഊട്ടിയിലെ കാഴ്ചകളോട് ഞങ്ങൾ വിട പറയുകയാണ്. ഇന്നത്തെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ അവസാനിച്ച് ഇനി നേരെ ഞങ്ങൾ വയനാട്ടിലേക്കാണ് യാത്ര തിരിക്കുന്നത്. മനോഹരമായ നല്ല അനുഭവങ്ങൾ തന്നെയായിരുന്നു നമുക്ക് ഊട്ടി നൽകിയിരുന്നത്. എങ്കിലും തുടക്കത്തിലൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ തൊട്ടേപ്പേട്ട പോയ സമയത്ത് നല്ല മഴ കാരണം നമുക്കവിടെ ഇറങ്ങാൻ സാധിച്ചില്ല. അവിടുത്തെ കാഴ്ചകളും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പോണ വഴിക്ക് ഗൂഡല്ലൂർ പോണ വഴിക്ക് കണ്ട പള്ളിയാണ്. ഇവിടെ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട്. നല്ല അടിപൊളി ക്ലൈമറ്റ്, നല്ല തണുപ്പുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നിസ്കരിച്ചിട്ട് ഇനി പോകാൻ വിചാരിച്ചു. വണ്ടി അവിടെ പാർക്ക് ചെയ്ത്. നല്ല രസമുള്ളൊരു ചെടി, എന്താ ഭംഗിച്ചിട്ടാ അവിടെ ഇങ്ങനെ വെറുതെ കിടക്കണ. ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഗൂഡല്ലൂർ റോട്ടിലാണ്. ഊട്ടിയിൽ നിന്നും അല്പദൂരം മാത്രമാണ് ഈ പള്ളിയിലേക്കുള്ളത്. ഇവിടെ സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള സൗകര്യം അത് സെപ്പറേറ്റ് ആയിട്ട് അവിടെ വേറെ തന്നെയുണ്ട്. പള്ളിക്കകത്ത് വെളിച്ചം കുറവായതുകൊണ്ട് തന്നെ നല്ല ഒരു ഇരുട്ട് ആണ് അനുഭവപ്പെടുന്നത്. ഈ പള്ളിയിൽ ഞാൻ ആദ്യമായിട്ട് ഊട്ടിയിൽ വന്ന സമയത്ത് വർഷങ്ങൾക്ക് മുന്നേ നമസ്കരിക്കാൻ ഇവിടെ കയറിയതായിട്ട് എൻ്റെ ഓർമ്മയിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ സമയത്ത് ഈ പള്ളി തേടി പിടിച്ച് ഞാൻ വന്നതും. ഇതിവിടെ സംഭവം ഉണ്ട്. ഇത് കാണുന്നുണ്ടോന്നോ? അത് കാണുന്നില്ല. ഇത് സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ ഹീറ്ററാണ്. അപ്പോൾ ഈ തണുപ്പല്ല ഊട്ടിയിൽ. അപ്പോൾ തണുപ്പുള്ള സമയത്ത് ഇതിൽ വിറക് കത്തിച്ചിട്ട് എന്ത് ചെയ്യും, ഹീറ്റാക്കും. അതിൻ്റെ പ്രഷർ മീറ്റർ ഇതവിടെ കാണുന്നത്. അങ്ങനെ ഈ പൈപ്പ് കൂടെ നേരതാ പള്ളിക്ക് ആ ഹീറ്റ് കൊണ്ടുപോകും. നല്ല ഐഡിയ ആണ് കേട്ടോ. അത് ഒരു എന്താ പറയുക, ഒരു പഴയ മോഡൽ ഹീറ്റർ. കാണുന്നില്ല ഇവിടെ, നേരം ഒരുപാട് വൈകിട്ടുണ്ട്. അതുപോലെ ഇതുണ്ടോ, പഴയ കാലത്ത് ഉള്ളു കൊടുക്കാൻ ഉപയോഗിച്ചിരുന്ന പാത്രമാണത്.
ഒരു ഹാൻഡിക് സാധനം. ഇതിൻ്റെ അടുത്ത് കണ്ടില്ല റോസാപ്പൂവിൻ്റെ ഒരു കളി ഇഷ്ടം പോലെ ഉണ്ട്. ചെറിയ ചെറിയ പൂവുള്ളത് റോസ്, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ പള്ളി. അതിൻ്റെ താഴെ ഇതാണ് ലേഡീസിന് നിസ്കരിക്കാനുള്ള സൗകര്യം കേട്ടോ. ഇതാണ് പള്ളി വരുന്നത് മെയിൻ റോഡിൽ നിന്ന് കുറച്ച് താഴെ. അപ്പോൾ ബാങ്ക് കൊടുക്കുന്നത് കേൾക്കുന്നുണ്ട്. അപ്പോൾ നിസ്കാരം ഇപ്പോൾ തുടങ്ങും. അപ്പോൾ ഇനി നിസ്കരിച്ചിട്ട് മഗ്‌രിബ് ഇശാവും കൂടി നമ്മൾ ഇവിടുന്ന് നിസ്കരിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. എന്നിട്ട് നേരെ പോവും വയനാട്. നമ്മളിപ്പോൾ ഉള്ളത് വയനാടാണ്. ഇവിടെ ഊട്ടി യാത്രയുമായി ബന്ധപ്പെട്ട 2ാമത്തെ ദിവസമാണ്. അപ്പോൾ വയനാട് ഇങ്ങനെ ഒരുപാട് എന്താ പറയുക, നമ്മൾ ഊട്ടിയിൽ നിന്ന് വയനാട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. ഇന്ന് വയനാട് ഒന്ന് കറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ പോരുന്ന വഴി നമ്മുടെ ഗൂഡല്ലൂരിൽ നിന്ന് സുൽത്താൻ ബത്തേരിക്കുള്ള റൂട്ടിൽ പോരുന്ന വഴിയാണ് നമ്മൾ റൂം എടുത്തത്. ഏകദേശം ഇവിടുന്ന് സുൽത്താൻ ബത്തേരിക്ക് ഏകദേശം 5 കിലോമീറ്ററാണ് ഉള്ളത്. അപ്പോൾ നല്ല അടിപൊളി റൂമാണ്. അടിപൊളി റൂം, ഒരു റെസിഡൻസി ഏരിയ, നല്ല അടിപൊളി എന്താ പറയുക സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉള്ള. അത് റൂം എന്ന് പറയാറ്റില്ല, ഒരു ചെറിയ വില്ല പോലെ ഒരു വീടാണ് സംഗതി. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് വരുന്നത് റൂം. 2 റൂമാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഇത് ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു ബെഡ്റൂം. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. നല്ല വൃത്തിയുള്ള ബാത്റൂമാണ്. അതുപോലെ തന്നെ ഒരു ഡൈനിങ് ടേബിള്. ഇത് ഡൈനിങ് ഹാളാണ് കേട്ടോ. അതിൽ TV യൂണിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ കറക്റ്റ് വർക്കിംഗ് ആണ് സാധനം. അതുപോലെ ഇത് കിച്ചണാണ് വരുന്നത്. ഉണ്ടല്ലേ, നമുക്ക് വെള്ളം തിളപ്പിക്കാൻ AC കുക്ക് കാര്യങ്ങൾ അങ്ങനത്തെ സംഗതികളൊക്കെ ഉണ്ട്. വാട്ടർ, വെള്ളം കാര്യങ്ങൾ എല്ലാതും ഉണ്ട് ഇവിടെ. ഈ വെള്ളം ചൂടാക്കണമെങ്കിൽ അതിനുള്ള ഫ്രൈ പാന് കാര്യങ്ങൾ, ചെറിയ ഫ്രിഡ്ജ് ഇതിലാണ്. അത്യാവശ്യത്തിന് വേണ്ട സെറ്റപ്പൊക്കെ ഇതിലുണ്ട്. പിന്നെ അങ്ങനെ കിച്ചണ്. ഇനി അടുത്തത് ഇത് മറ്റൊരു ബെഡ്റൂമാണിത്. പക്ഷെ ഇത് അറ്റാച്ച്ഡ് ബാത്റൂമല്ല, പക്ഷേ ധാരാളമാണ് സംഭവം. കണ്ടില്ല, ഫാനുണ്ട്, AC ഒന്നുമില്ല. പിന്നെ കണ്ടില്ല ബെഡ്റൂം. ഇവിടെയുണ്ട് ഒരു അലമാര. പിന്നെ ഇതിക്ക് കോമൺ ബാത്റൂമാണുള്ളത്. ഇത് ഒരു കൈ കഴുകുന്ന വാഷ് ബേസ്. കണ്ടില്ല, വാഷ് ബേസാണിത്. ഒരു കോമൺ ബാത്റൂമാണ് പിന്നെ ഉള്ളത്. നല്ല വൃത്തിയുള്ള ബാത്റൂമാണ്. പക്ഷെ അത് സംഭവം എന്താണെന്നറിയോ, അത് എങ്ങനെ നോക്കിയാലും ഇതൊരു 10,000-3000 റുപ്യോളം റെൻറ്റ് വരുന്നതാണ്. അവർ നമ്മളോട് 2800 പറഞ്ഞു. ലാസ്റ്റ് അവർ നമുക്ക് 2200 റുപ്യക്ക് റൂം തന്നു. അത്രക്കും സൗകര്യവും വൃത്തിയുള്ള റൂമാണ്. ഈ റൂമിൻ്റെ ഇതിൻ്റെ താഴെ ഇങ്ങനത്തെ ഇവിടെ 2-3-4 റൂമുണ്ട്. ഒരു വലിയൊരു ഫാമിലി വന്നാലും ഒരു ബസ് ആൾ വന്നാലും എന്താ പറയുക അതിനുള്ള സൗകര്യം അടക്കം ഉണ്ട്. ഇവിടെ താമസിക്കാനുള്ള സൗകര്യമുണ്ട്. അത്രക്കും സെറ്റപ്പ്. അതിൻ്റെ പുറത്തത്തെ കാഴ്ച എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അതുപോലെ ഇതിൻ്റെ കോൺടാക്റ്റ് വേണ്ടവർക്ക് ഞാൻ കോൺടാക്റ്റും തരാം. കമൻറ്റ് ബോക്സിലൊന്ന് അറിയിച്ചാൽ മതി. ഇതാണ് പുറത്തേക്കുള്ള വ്യൂ. കണ്ടില്ലേ, ഇഷ്ടം പോലെ പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഇവിടെ 101, 102 ഇതും ഇതുപോലത്തെ സെയിം റൂമാണ്. ഇതിന് മേലെ സിംഗിൾ റൂമുണ്ട്. സിംഗിൾ റൂമിന് 1300 രൂപയാണ് റൂമിന് ചാർജ് പറഞ്ഞത്. പിന്നെ അപ്പോൾ നമ്മൾ ഈ താമസിക്കുന്ന റൂമിൻ്റെ താഴെ തന്നെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഫുഡ് കാര്യങ്ങൾക്കൊന്നും ഒരു പ്രശ്നമില്ല. പോലെ നമ്മളെ റൂമിലേക്ക് ഫുഡൊക്കെ അവരെത്തിച്ചു തരും. ഇവിടെ റെസ്റ്റോറൻറ്റിൻ്റെ കിച്ചണാണ്. നല്ല അടിപൊളി എല്ലാ ഐറ്റം ഫുഡും ഇവിടെ കിട്ടും. കണ്ടില്ലേ, ആ കാണുന്നതാണ് നമ്മളെ റൂം. ഇതിൻ്റെ താഴെ റെസ്റ്റോറൻ്റാണ്. കാണിച്ചു തരാം. ഒന്ന് സ്റ്റെപ്പ് വരാണ്ട് അത്രേ ഉള്ളൂ. എന്നാലും 2200 റുപ്യക്ക് എന്തുകൊണ്ടും എന്താ പറയുക വെർത്താണ്. ഒരിക്കലും നഷ്ടമല്ല. ഇതാണ് വരെ ഇത് വരുന്നത്. നമ്പറും കാര്യങ്ങളും ആവശ്യമുള്ളവർക്ക് എടുക്കാം. ലോയൽ റെസിഡൻസി റൂംസ്. കണ്ടില്ലേ, ഇതാണ് അവരെ ഇത് വരുന്നത്. പിന്നെ ഇതാണ് അവരുടെ ഓഫീസ് വരുന്നത്. പിന്നെ ഈ താഴെ കാണുന്നത് റെസ്റ്റോറൻ്റാണ്. ആ റെസ്റ്റോറൻറ്റ് ഞാൻ കാണിച്ചു തരാം. ഏത് സമയത്ത് രാത്രി ഒരു 10, 11, 12 മണി വരെയൊക്കെ ഫുഡ് ഇവിടെ അവൈലബിൾ ആണ്. രാവിലെ 8:30ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളുണ്ട്.
ഏതൊക്കെ ടീം വന്നിട്ടുണ്ട് യാത്രക്കാർ. റെസ്റ്റോറൻറ്റിൻ്റെ കാഴ്ചകൾ കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ യാത്രാ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് വയനാട്ടിലാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വയനാടിൻ്റെ പുതിയ വിശേഷങ്ങളുമായിട്ട് നമ്മൾ വന്നിരിക്കും. അതുപോലെ തന്നെ ഈ റെസ്റ്റോറൻറ്റും അതുപോലെ ഇവിടുത്തെ താമസ സൗകര്യമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ കോൺടാക്റ്റ് ഇതിൽ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്കതിൽ നിന്ന് തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് അവരെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൂം കിട്ടുന്നതാണ്. അപ്പോൾ അടുത്ത മനോഹരമായ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.